നിങ്ങൾ അമ്പിയാക്കളോടും ശേഖന്മാരോടും സഹായം തോന്നുന്നു. അങ്ങനെ നമുക്ക് ശിർക്ക് ധാരാളമായി കാണുമല്ലോ. ഇത് സാധാരണ മുജാഹിദുകൾ പറയുന്ന അതേ ആശയമാണ്. ഇതിന്റെ 32-ാം പേജിൽ പറയുന്ന പഴം അന്യശിർക്കലായി ഇത്തവക്കപ്പോഴായി അറുപതിസ്ഥാന അനന്തമില്ല ഒരു ഇസ്ലാമി ബൈരുമ കലാപറക്കമൽ ഇന്ന് ഹക്കീക്കത ശിർക്കയിൽ എത്തിയതാണ്. ഇസ്ലാം അമാൽ ഹത്തായാത് രാത്രി കാലിയാവോ ജാനായ ആദ്യം ഒരു ഇത്തിറാക്കത്തിലേക്ക് കിട്ടാം. അള്ളാഹുവിനോട് മറ്റൊരാളെ പങ്കുചേർക്കാനുള്ളത് മാത്രമല്ല ശിർക്ക്. ബുദ്ധിമുട്ട് സമയത്ത് ഒരാളെ കൊണ്ട് സഹായം തേടുകയോ മറ്റൊരാൾക്ക് വേണ്ടി നേർച്ചയാക്കുകയോ അയാളുടെ പേരിൽ വഴി നടത്തുകയോ ചെയ്യുന്നതൊക്കെ ശിർക്കിൽപ്പെട്ടതാണ്. സാധാരണ മുജാഹിദുകൾ പറയുന്ന ആശയം തന്നെ. എത്രത്തോളം ഒന്നിനെ ശിർക്കിലെന്ന് പറയുന്നു. മഹാന്മാരുടെ മക്ബറകൾ ഉദ്ദേശിച്ച് തീർത്ഥയാത്ര നടത്തുന്നതും ശിർക്കിൽപ്പെട്ടതാണ്. വിയാസം ഉദ്ദേശിച്ചുകൊണ്ടുള്ള തീർത്ഥയാത്രയും ശിർക്കിൽപ്പെട്ട ശിർക്കാണ് പറയുന്നത്. തെറ്റാന്ന് പറഞ്ഞ കേൾക്കല്ല, ശിർക്കാണ്. എത്ര ഗൗരവങ്ങൾ പരാമർശാണത്. പറയുന്ന മക്കളും റബ്ബി തയ്യലി ഖാലിഖി, റബ്ബി തയ്യലി ഖാലിഖി എന്നൊക്കെ മഹാന്മാരെ കുറിച്ച് പറഞ്ഞാൽ അത് ശിർക്കാണ്. റബ്ബ് ഖാലിഖ് എന്ന് പറഞ്ഞാൽ ശിർക്കാവെന്ന് സമ്മതിക്കാം. പക്ഷെ അതിനിടയിൽ മൂപ്പറമാർ പറയാൻ കൂടി തയ്യലി എന്നാണ് ശിർക്കാവും. അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് സയ്യിദ് എന്ന് പറഞ്ഞാൽ ശിർക്കാവും. സയ്യിദുള്ള ഹസൂറ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഭൂമിയിൽ സയ്യിദിക്കുമെന്ന് പ്രവാചകർ പഠിപ്പിച്ചില്ലേ? ആ സയ്യിദ് മുഴുവൻ ഭാഗമാണെന്ന് തങ്ങൾ പറഞ്ഞില്ലേ? എന്നിരിക്കെ പ്രവാചകർ ഉൾപ്പെടെയുള്ള മഹാന്മാരെ കുറിച്ച് സയ്യിദ് എന്ന് പറഞ്ഞാൽ ശിർക്കാകുമെന്ന് എങ്ങനെ പറയും? എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നു അല്ലാഹു അല്ലാത്തവരെ കുറിച്ച് സയ്യിദ് എന്ന് പറഞ്ഞാൽ ശിർക്കാകും, മതത്തിൽ നിന്ന് പുറത്തു പോകും എന്നല്ലേ പറഞ്ഞതിനർത്ഥം. മറിഞ്ഞ കാര്യമായി ഇതിനെ കൊണ്ട് പറയുന്നു. അന്നമൈക ഇവൻ ഏറെ മുതിരുന്നതേവ കാന കല്ലാതൻ മുഖ്യാമികളിൽ ലോഹിയ ഓമനേക്കകളായി കവി നദിയുന്ന ഒലിയുന്ന ഇനിയുന്ന മലക്കി കാന മുസ്ലിക്കാൻ റൈബ് അറിയുന്നവരാണ് വാദിക്കുകയും വാദിച്ചാൽ അയാൾ കള്ളാബാണ്, കളവ് പറയുന്ന ആളാണ്. ഒരാൾക്ക് റൈബ് അറിയുമെന്ന് മറ്റൊരാൾ വിശ്വസിച്ചാൽ ആ വിശ്വസിച്ച ആൾ മുസ്ലിക്കാണ്. പറഞ്ഞ കാര്യം സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാർക്ക് മഹാന്മാർക്ക് മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കുമെന്നാണ് ഖുർആനിലുള്ളത്. സാധാരണ മുഖ്യകുമാരങ്ങളിൽ ഒരാൾക്കുള്ള എഴുത്തതിന് മുസ്ലിമായി നിങ്ങൾ ഓരോരുത്തർക്കും അല്ലാഹു മറഞ്ഞ കാര്യങ്ങൾ അറിയിച്ചു തരില്ല. എങ്കിലും മുർസലുകളിൽ അവൻ ഉത്തരത്തോടെ അവൻ തെരഞ്ഞെടുക്കും, അവർക്ക് അവൻ മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കും എന്ന് ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. മഹാന്മാർക്ക് മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിരിച്ചു ഒരാൾക്ക് മറഞ്ഞ കാര്യം അറിയില്ലെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിച്ചാൽ മുസ്ലിക്കാകുന്നാണ് ഈ പുസ്തകം പറയുന്നത്. അന്തിമൊക്കെ മറഞ്ഞ കാര്യം അറിയില്ലേ? അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടില്ലേ? മറഞ്ഞത് എന്ന് പറഞ്ഞ അർത്ഥം ചില ആൾക്കാർ പറയും മറഞ്ഞ കാര്യം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അള്ളാഹ്ക്ക് മറഞ്ഞത് മാത്രമല്ല അറിയാം. അള്ളാഹ്ക്ക് ആയത് ഒറ്റ ആളാണ്. ആയത് ഒറ്റ ആളാ എന്നാണ് ഖുർആനിലുള്ളത്. അദൃശ്യം മാത്രമല്ല ദൃശ്യവും അള്ളാഹുവാണ് അറിയുക. അദൃശ്യം മാത്രമല്ല ദൃശ്യമായ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അറിയുക. ദൃശ്യമായതിനുള്ള
കൊടുക്കുന്നത് പോലെ അദൃശ്യമായതിനെ അസാധാരണക്കാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. അത് ശരി. ദൃശ്യമായതിനെ സാധാരണക്കാർക്ക് അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു. അദൃശ്യമായതിനെ അസാധാരണക്കാർക്കും അറിയിച്ചു കൊടുക്കുന്നു. അദൃശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സാധാരണഗതിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ട് കേട്ട് മണത്ത് തൊട്ട് രുചിച്ച് അറിയുക. അത് ഹവാസ് ഹർത്തുവാകണം. കണ്ട് കേട്ട് തൊട്ട് മണത്ത് രുചിച്ച് ഈ 5 കാര്യങ്ങൾ ബാഹ്യമായുള്ള ഗ്രാഹ്യ ശക്തികൾ കാരണമല്ലെങ്കിൽ നിശ്ചയ പരിധിയെ കാണുമോ? എനിക്കിപ്പോ കുറഞ്ഞ കൂട്ടുകാർക്ക് കാണില്ല, കൂട്ടുകാർക്ക് കാണില്ല. അതല്ല, ഞാൻ സാധാരണക്കാരനാണ്. ശരി, കൂട്ടുകാരുടെ ഒരു ശബ്ദം ഞാനിപ്പോൾ കേൾക്കുന്നില്ല. ഈ കൂടിയ ആളുകൾ എന്റെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയിട്ടാണ് ഈ ഉച്ചഭാഷണി മുഖദ്ദൂർ സൗത്ത് ഇവിടെ കൊണ്ട് ഘടിപ്പിച്ചത്. അല്ലേ? അങ്ങനെ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞുണ്ട്. എന്നാൽ അതിനപ്പുറം മഹാന്മാരായ ആളുകൾ കേൾക്കുന്നു. വിശുദ്ധ ഖുർആനിലുള്ള ഒറ്റ സംഭവം പറയാം. അധികം പറയാൻ നേരമല്ലല്ലോ. ഒറ്റ സംഭവം. സുലൈമാൻ നബി അലൈഹിസ്സലാമും സൈന്യവും വഴിക്ക് പോകുമ്പോൾ വളരെ അകലെ നിന്ന് ഒരു ഉറുമ്പ് മറ്റേ ഉറുമ്പുകളോട് പറഞ്ഞു, പുതുക്കുന്നു മസാക്കിലേക്കും എട്ടിമെണ്ണക്കും സുലൈമാനും ഒരു ജുനൂബുഹും മാളത്തിൽ ഒഴിച്ചാൽ സുലൈമാൻ സൈന്യവും നിങ്ങൾ ചവിട്ടി പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഓഹുമില്ലായപ്പോഴും അവരറിയാതെ ഓഹുമില്ലായപ്പോഴും ഉറുമ്പ് പറയാൻ കാരണം അവരറിയാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണെങ്കിൽ സുലൈമാനിയുടെ ചീരാൻ ഉറുമ്പിനും കൂടി അറിയാം. അഭ്യാസമാർക്കും വെക്കുന്നവരാണ്. ഉറുമ്പിനും കൂടി അറിയാൻ അർത്ഥം. ഇല്ലാത്ത കാര്യം അറിയാത്ത ആൾക്കാർ ഉറുമ്പ്. ആ ഓഹുമില്ലായപ്പോൾ ഈ ഓഹുമില്ലായപ്പോൾ ഞാൻ എത്ര അർത്ഥങ്ങളാണ് ഖുർആൻ അല്ലെങ്കിൽ വല്ലാത്തൊരു പ്രയോഗമുള്ള ഖുർആന്റെ ഓഹുമില്ലായപ്പോൾ ആലോചിച്ച് നോക്കുന്ന ഓഹുമില്ലായപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും തോറും നമുക്കതിന്റെ ആശയം എങ്ങനെ എത്ര മഹത്തായ ആശയമാണ്. ഈ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് കേട്ടപ്പോ പദസ്ഥമാക്കുക, കേട്ട് പുഞ്ചിരിച്ചു. ഏത് കേട്ട്? വളരെ അകലെ നിന്ന് ഒരു ഉറുമ്പ് പറയുന്ന വിവരം കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം പുഞ്ചിരിച്ചു. ഉറുമ്പ് പറഞ്ഞു കേട്ടത്, അകലെന്ന് പറഞ്ഞു കേട്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അകലെന്നല്ല, കാത് കയറി ഉറുമ്പ് പറഞ്ഞാൽ കേൾക്കും. അകലെന്ന് പറഞ്ഞാൽ കേൾക്കുന്ന പിന്നല്ലേ കേൾക്കൂല. അത് അസാധാരണത്താണ്. ഈ രീതിയിൽ മറന്ന കാര്യങ്ങൾ അമ്പിയാക്കന്മാർക്ക് അള്ളാഹുക്കാരെ അറിയിച്ചു കൊടുക്കുന്ന സുന്നത്തമായിട്ട് പറയുന്നത് അത് വിശ്വസിച്ചാൽ നിശ്ചയിക്കാവുന്ന കഥയാണ് പറയുന്നത്. അപ്പൊ തെളിനേനെ വേണ്ടി നടക്കാൻ പാവം സാധിക്കോ പറയാൻ പറഞ്ഞൂടാ. ഞങ്ങളറിഞ്ഞോ ഇതാക്കുന്നുണ്ട്, ഞങ്ങൾ അറിയില്ലാന്ന് അങ്ങനെ അറിയാതെ കുത്താൻ പറ്റില്ലോ. അറിഞ്ഞോ അങ്ങനെ ഉണ്ട്. അതുപോലെ നമുക്ക് അറിയിച്ചു ഒരുപാട് സംഭവങ്ങൾ പറയാൻ ഞാൻ ഒറ്റ കാര്യം ഉദാഹരണത്തിന് വേണ്ടി പറയുന്നുള്ളൂ. ഒക്കറി രാമനാഥ് ഹക്കൂന യാ സയ്യിദന ഉറുവാഹന ഹക്കറി ഹാജത്തന ഒന്നൂന അന്നവും അച്ചറക്കു. ചില ആളുകൾ മതിയാക്കുകയും അവർ പറയുന്നു, ഞങ്ങളുടെ നേതാവെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക അള്ളാഹുവിനോട്, അള്ളാഹു ഞങ്ങളുടെ ആവശ്യം നിവർത്തിത്തരട്ടെ, നിങ്ങൾ ദ്വാർക്കണം എന്ന് നേതാവിനോട് പറഞ്ഞു. എന്നോട് അന്നഹും അച്ചറക്കു. ഇവരിലായിരുന്നു ശിക്ഷ ചെയ്തിട്ടില്ല. സത്യത്തിൽ പൈനവും മാ പലവും നിന്നും കളാകാലത്തിൽ വൈനമാ പലവും നിൽക്കും കൂടാ. ആവശ്യം പൂർത്തിയാക്കാൻ ചെയ്തവർ പറഞ്ഞിട്ടില്ലല്ലോ, ദ്വാർക്കാനെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ശിർക്ക് വരൂലെന്ന് അവർ വിചാരിക്കുന്നത്. എന്നാ വാളാ വാക്കിലും ശിർക്ക് വരൂലെന്നുള്ള വിചാരം വാക്കിലാണ്. പൈനവും വൈനം നിശ്ചയിക്കുവാൻ പ്രതീക്ഷ തലമുഖമായ ഹാജത്തിൽ പൈനവും അച്ചറക്കു ആ ശരീരത്തിൽ ഇതായി. ഖലാഉൽ ഹാജത്തിന്റെ ഭാഗത്ത് ശിർക്ക് വന്നിട്ടില്ലെങ്കിലും വിളിക്കു എന്ന നിലയ്ക്ക് ശിർക്ക് വന്നു. ബഹുമാനപ്പെട്ടവരെ, അള്ളാഹുവോട് നമുക്ക് വേണ്ടി നമുക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ ശിർക്ക് വരുന്നതായി പറയുന്നത് ഇത് എന്ത് ചെയ്യാനാണ്? വളരെ വലിയ അബദ്ധങ്ങളെ പറയുന്നതൊക്കെ
ഷഫായത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സുമന്നച്ചാലും നബിയിലോ വലിയിലോ ഇമാമിലോ ശരീരിലോ മലക്കിലോ ശേഖിൽ ഇതിന് ആകെ ഷഫാഅത്ത് فقد فوضل في الشرك والجهالة. ഒരു നബിയിൽ നിന്നോ വലിയിൽ നിന്നോ ഇമാമിൽ നിന്നോ ശരീരിൽ